നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിന്റെ തുടക്കത്തിലേക്ക് പുതിയൊരു പ്രഭാതത്തിലേക്ക് പുതിയൊരു വാർത്താ ദിവസത്തിലേക്ക് സ്വാഗതം. ഞായറാഴ്ചയാണ്. പൊതുവേ ഞായറാഴ്ച വാർത്തകളൊക്കെ കുറവാവാറാണ് പതിവ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയേറെ വാർത്തകൾ വരാനുണ്ട് ഇന്നത്തെ ദിവസം. പ്രത്യേകിച്ച് ഇന്നലെ കന്യാസ്ത്രീകൾക്ക് 9 ദിവസങ്ങൾക്ക് ശേഷം ജാമ്യം ലഭിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഇനിയും ചൂടുപിടിക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് കന്യാസ്ത്രീകളെ പുറത്തിറക്കിയതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്നതിൽ വലിയ തർക്കം നടക്കുന്നുണ്ട്. പ്രത്യാരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. പക്ഷേ ഇതിനിടെ കത്തോലിക്ക സഭ വളരെ നിർണായകമായ ഒരു സ്റ്റെപ്പുമായി മുന്നോട്ട് പോകുന്നു. അത് ഈ കന്യാസ്ത്രീകൾക്ക് മേൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടൊരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സമാദരണീയനായ സാനുമാഷിൻ്റെ വിയോഗമാണ്. ഇന്നലെ വൈകിട്ടാണ് അദ്ദേഹം നമ്മളോടൊക്കെ വിട പറയുന്നത്. കേരളം മുഴുവൻ ആദരിച്ചിരുന്ന ചിന്തകൻ, ദാർശനികൻ, വിമർശകൻ, അങ്ങനെ എല്ലാ തരത്തിലും കേരളത്തിൻ്റെ ഒരറ്റത്ത് ഒരു സാനുപോലെ നിലകൊണ്ട സാനുമാഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് നടക്കുക. ഇന്ന് രാവിലെ തൊട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി വയ്ക്കും. ഇത്രയേറെ വലിയൊരു ശിഷ്യവൃന്ദമുള്ള മറ്റൊരു അധ്യാപകൻ ഉണ്ടാകുമോ എന്ന സംശയമാണ്. പലർക്കും പഠിപ്പിച്ചിട്ടല്ല സാനുമാഷ് അധ്യാപകനായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. പ്രധാന തലക്കെട്ടുകളിലേക്ക്. കന്യാസ്ത്രീകൾ മോചിതരായെങ്കിലും രാഷ്ട്രീയ വിവാദം അവസാനിക്കില്ല. ജാമ്യം കിട്ടിയതിന്റെ ക്രെഡിറ്റ് ആർക്കെന്ന ചർച്ച സജീവം. കേസ് ഒഴിവായി കിട്ടാൻ നിയമ പോരാട്ടവുമായി കത്തോലിക്ക സഭ മുന്നോട്ട്. അറസ്റ്റും ജാമ്യവും കേരള രാഷ്ട്രീയത്തിന്റെ മുന്നോട്ടു പോക്കിൽ നിർണായകം. മലയാളത്തിന്റെ ഗുരുസ്ഥാനീയൻ MK സാനുമാഷിന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. പൊതുദർശനം രാവിലെ കൊച്ചിയിൽ, സംസ്കാരം വൈകിട്ട് 5-ന് രവിപുരം ശ്മശാനത്തിൽ. ആദരാഞ്ജലികളുമായി പ്രമുഖർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിഴ ഭീഷണി വകവയ്ക്കാതെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ തുടരാൻ ഇന്ത്യ വഴങ്ങില്ലെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതായി US മാധ്യമങ്ങൾ. അമേരിക്കൻ സമ്മർദ്ദം നേരിടാൻ തയ്യാറെടുക്കുന്നതിന്റെ സൂചനകളുമായി പ്രധാനമന്ത്രി. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് നരേന്ദ്രമോദി. वोकल फॉर लोकल मंत्र को अपनाना होगा. हम संकल्प लें कि हम मेक इन इंडिया प्रोडक्ट्स को ही बढ़ावा देंगे. സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ നിയമിക്കുന്നതിൽ ഇന്ന് നിർണായക ചർച്ച. മന്ത്രി P. രാജീവ് ഗവർണറെ കാണും. സർക്കാർ പട്ടികയിലെ അക്കാദമിക മികവുള്ളവരെ നിയമിക്കണമെന്ന ആവശ്യം ഉന്നയിക്കും. അക്കാദമിക മികവ് മാത്രം മാനദണ്ഡമെന്ന നിലപാടിൽ ഉറച്ചു ഗവർണർ. സമവായ നീക്കം സുപ്രീം കോടതി നിർദ്ദേശം പരിഗണിച്ചു. വീണ്ടും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. മഴ ശക്തമാകാൻ കാരണം തെക്കൻ തമിഴ്നാടിനും മാന്നാർ കടലിടുക്കിനും മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴി. ശക്തമായ കാറ്റിന് സാധ്യത. സിനിമാ രംഗത്ത് മാറ്റമുണ്ടാക്കുമോ കോൺക്ലേവ്? റിവ്യൂ ബോംബിംഗ് നിയമത്തിലൂടെ തടയാൻ വഴിയുണ്ടോ എന്ന് പരിശോധിച്ച് സർക്കാർ. പെയ്ഡ് റിവ്യൂകൾ കുറ്റകരമാക്കുന്നതും പരിഗണനയിൽ. വ്യാജ പതിപ്പുകളും നിയമവിരുദ്ധ പ്രദർശനവും തടയാനും നടപടിയുണ്ടാകും. വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഇന്ന് അന്താരാഷ്ട്ര സൗഹൃദ ദിനമാണത്രേ. സൗഹൃദം ഹൃദയത്തോട് ചേർക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സൗഹൃദം തുണയാകുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സൗഹൃദ ദിനാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. അത്ര സൗഹൃദത്തിലല്ലാത്ത ഗവർണറും സർക്കാരും ഒരു സൗഹൃദത്തിലേക്ക് വരുമോ എന്നറിയാൻ കഴിയുന്ന ഒരു ദിവസമാണിന്ന്. സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർമാരെ കണ്ടെത്തുന്നതിൽ ഇന്ന് വളരെ നിർണായകമായ ഒരു ചർച്ച നടക്കുന്നു. നിയമമന്ത്രി P. രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമവായ നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്.
അക്കാദമിക യോഗ്യത മാനദണ്ഡമാക്കി സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വിസിമാരെ തെരഞ്ഞെടുക്കണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെടും. മികവ് മാത്രം മാനദണ്ഡമാക്കണമെന്ന നിലപാട് ഗവർണറും ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചേക്കും എന്നതാണ് വിവരങ്ങൾ. ഡിജിറ്റൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി താൽക്കാലിക വിസിമാരുടെ നിയമനത്തിൽ സർക്കാരിനുള്ള അതൃപ്തിയും മന്ത്രിമാർ ഗവർണറെ അറിയിക്കാനിടയുണ്ട്. കന്യാസ്ത്രീകൾക്ക് ഇന്നലെ 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം ലഭിച്ചു. തുടർന്നുണ്ടായ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് ഒരു രാഷ്ട്രീയ സിനിമ, മലയാളത്തിൽ വളരെ ഹിറ്റായ ഒരു രാഷ്ട്രീയ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ജയിലിന് മുന്നിൽ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ഒരു സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ തീരുന്നില്ല. അത് കഴിഞ്ഞ് ഈ കന്യാസ്ത്രീകൾ സുരക്ഷിതമായി മഠത്തിലെത്തി. അതിനുശേഷം അവരെ മറ്റൊരു മഠത്തിലേക്ക് മാറ്റി. എന്നാൽ ഈ കേസ് ഒഴിവാക്കുന്നതിനായി നിയമ പോരാട്ടം തുടരാനാണ് കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ നീക്കം. വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷമാവും ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ജാമ്യം ലഭിച്ച കന്യാസ്ത്രീകളെ കനത്ത സുരക്ഷയിൽ രാജ്ഘഡിയിലെ മഠത്തിലേക്ക് എത്തിച്ചു. അതിനിടെ ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ ഇന്ന് പരാതി നൽകും. ജാമ്യം ലഭിച്ചതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി രാഷ്ട്രീയ തർക്കം ഒരു വശത്ത് തുടരുകയാണ്. രാഷ്ട്രീയ നാടകമാണ് മോചനം വൈകിച്ചതെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണത്തിന് വിമർശനവുമായി ഇടതു നേതാക്കൾ രംഗത്ത് വന്നു. മോചനത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന BJP ജയിലിൽ അടച്ചതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുമോ എന്നതായിരുന്നു ഇടതു നേതാക്കളുടെ ചോദ്യം. ഇടയ്ക്ക് ചെറിയൊരു ഇടവേള എടുത്തിരുന്നു മഴ. പക്ഷേ ഇടവേളയൊക്കെ കഴിഞ്ഞ് അതിശക്തമായി തിരിച്ചു വരാൻ ഒരുങ്ങുന്നു മഴ എന്നതാണ് വിവരങ്ങൾ. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ വളരെ ശ്രദ്ധിക്കണം. അതിശക്തമായ മഴയ്ക്കാണ് ഇനിയുള്ള 3 ദിവസങ്ങളിൽ സാധ്യത. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഇന്ന് നിലവിലുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള 4 ജില്ലകളിൽ ഇന്ന് തൽക്കാലം മഴ മുന്നറിയിപ്പില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി കാസർഗോഡ് തൊട്ട് കോഴിക്കോട് വരെയുള്ള ഭാഗത്തൊക്കെ ശക്തമായ മഴയായിരുന്നു. അവിടെ അല്പം വിശ്രമത്തിനുള്ള ഒരു ഇടവേള കിട്ടിയിട്ടുണ്ട്. ആ 4 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത്. തെക്കൻ തമിഴ്നാടിനും മന്നാർ കടലിടുക്കിനും മുകളിലായി ഒരു പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മധ്യ കേരളത്തിന് തെക്കോട്ടുള്ള ജില്ലകളിലാണ് ഇത്തവണ മഴ മുന്നറിയിപ്പുള്ളത്. പുറത്തിറങ്ങുന്നവരൊക്കെ വളരെ ശ്രദ്ധാപൂർവം, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വലിയ കാറ്റിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയുള്ള സാഹചര്യത്തിൽ ഈ കടപുഴകി മരങ്ങൾ വീഴുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന്. അത് വളരെ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുക. കേരളത്തെ സംബന്ധിച്ച് ഇന്നലെ വലിയൊരു നഷ്ടത്തിൻ്റെ ദിവസമായിരുന്നു. നമ്മുടെയൊക്കെ അറിവിൻ്റെ മഹാസാനുവായി നിലകൊണ്ട MK സാനു, പ്രിയപ്പെട്ട മലയാളികളുടെ മുഴുവൻ പ്രിയപ്പെട്ട സാനു മാഷ്, അദ്ദേഹത്തിൻ്റെ വിയോഗം ഇന്നലെ വൈകിട്ടാണ് സംഭവിച്ചത്. സാനു മാഷ്ക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ് കേരളം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് രവിപുരത്ത് നടക്കും. രാവിലെ 9 മുതൽ എറണാകുളം കാരിക്കാമുറിയിലെ വീട്ടിലും 10 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനമുണ്ടാകും. സാഹിത്യ സാംസ്കാരിക ലോകവും ശിഷ്യരും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. രാവിലെ 8 മണിയോടെ അമൃത ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു സാനു മാഷിന്റെ അന്ത്യം. മലയാള സിനിമയിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള സിനിമ കോൺക്ലേവ് തുടരുകയാണ്. ഇന്നത്തെ ദിവസം കൂടി വളരെ പ്രാധാന്യത്തോടെ ഈ കോൺക്ലേവിലെ ചർച്ചകൾ തുടരും. ആ കോൺക്ലേവിൽ ഏറ്റവും വലിയ ചർച്ചയാവുന്നത് പുതിയ സിനിമാ നയമാണ്. പുതിയ സിനിമകൾക്കെതിരെയുള്ള റിവ്യൂ ബോംബിംഗ് നിയമത്തിലൂടെ തടയാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ സർക്കാർ പരിശോധിക്കുന്നത്. പണം കൈപ്പറ്റിയുള്ള റിവ്യൂകളും അവ പിൻവലിക്കുന്നതിന് പണം ആവശ്യപ്പെടുന്നതുമൊക്കെ ഇപ്പോൾ വളരെ സാധാരണമായി സംഭവിക്കുന്നുണ്ട്. ഇത് കുറ്റകരമാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. സിനിമാ നയത്തിന്റെ കരടിലാണ് ഇക്കാര്യമുള്ളത്. വ്യാജ പതിപ്പും നിയമവിരുദ്ധ പ്രദർശനങ്ങളും തടയാനും ശക്തമായ നടപടികളുണ്ടാകും. റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ റിവ്യൂ ബോംബിങ്ങിലൂടെ സിനിമകളെ തകർക്കലാണ് സമീപകാലത്ത് സിനിമാ വ്യവസായം നേരിടുന്ന വലിയ വെല്ലുവിളി. സിനിമാ നിരൂപണത്തിന് പണം വാങ്ങുന്നതും നൽകാത്തവർക്കെതിരെ അനാശാസ്യ വിമർശനമുയർത്തി സിനിമകളെ തകർക്കുന്നതും പതിവാണ്.
നിർമ്മാതാക്കൾക്കും സിനിമാ പ്രവർത്തകർക്കും വലിയ തലവേദന ഉണ്ടാക്കുന്ന റിവ്യൂ ബോംബിംഗ് അവസാനിപ്പിക്കുമെന്ന് കരട് സിനിമാ നയം പറയുന്നു. റിവ്യൂ ബോംബിംഗ് അനീതിയാണ്. പണം നൽകി പ്രചരിപ്പിക്കുന്ന റിവ്യൂകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. സുതാര്യമായ വിവരങ്ങൾക്കുള്ള സിനിമാ പ്രേമികളുടെ അവകാശവും ലംഘിക്കപ്പെടുകയാണ്. മോശം അവലോകനം ഒഴിവാക്കുന്നതിന് പണം ആവശ്യപ്പെടുന്നത് പണം തട്ടിയെടുക്കലാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ഇത് ശിക്ഷാർഹമാണ്. ഇത് തടയാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കരട് സിനിമാ നയം ചൂണ്ടിക്കാട്ടുന്നു. കുറ്റവാളിയെ ഉചിതമായ ഫോറത്തിന് മുമ്പാകെ ഹാജരാക്കി പരാതിക്ക് പരിഹാരം കാണുന്നതിന് സർക്കാർ സൗകര്യമൊരുക്കും. ഉയർന്ന നിലവാരം ഉറപ്പാക്കി ആധികാരികവും യഥാർത്ഥവുമായ വിവരങ്ങൾ നൽകുന്നതിന് ആനുകാലിക സംവിധാനം സർക്കാർ തലത്തിൽ രൂപീകരിക്കുമെന്നും വാഗ്ദാനമുണ്ട്. മുഖ്യധാര സിനിമകളെ പോലും റിവ്യൂ ബോംബിങ്ങിലൂടെ നഷ്ടത്തിലേക്ക് തള്ളിയിടുന്നതിന് അറുതി വരുത്താനാണ് സർക്കാരിന്റെ ശ്രമം. സിനിമകളുടെ വ്യാജപതിപ്പും നിയമവിരുദ്ധ പ്രദർശനവും തടയാനും നടപടികൾ ശക്തമാക്കും. പോലീസിലെ ആന്റി പൈറസി സെൽ ശക്തിപ്പെടുത്തും. സമർപ്പിത ഡാറ്റ കോറിഡോർ വരുന്നതോടെ ഓൺലൈൻ വഴിയുള്ള ചോർച്ച തടയാനാകുമെന്നാണ് പ്രതീക്ഷ. ഭൗതിക സ്വത്തവകാശ നിയമത്തിൽ നിയമവിരുദ്ധമായ സിനിമാ പ്രദർശനവും ഉൾക്കൊള്ളിക്കും. പബ്ലിക് ഡൊമൈനിൽ നിന്ന് പൈറേറ്റഡ് ഉള്ളടക്കം നീക്കം ചെയ്യാൻ ഇന്റർനെറ്റ് സേവനദാതാക്കളുമായി സഹകരിക്കുമെന്നും കരട് സിനിമാ നയത്തിൽ സർക്കാർ പറയുന്നു. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ആലപ്പുഴ, ചേർത്തല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ത്രീകളുടെ തിരോധാനം സംബന്ധിച്ച കേസിൽ നിർണായക തെളിവെടുപ്പിന് സൈക്കോ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും. ഇതോടെ കേസ് അന്വേഷണം നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട് കേന്ദ്രീകരിച്ചുള്ള ദുരൂഹതകൾ പോലീസ് അന്വേഷിക്കുകയാണ്. സെബാസ്റ്റ്യനുമായി ബന്ധമുള്ള കൂടുതൽ ഇടങ്ങളിലും തെളിവെടുപ്പ് നടക്കും. പത്തനംതിട്ടയിൽ നിന്ന് ഒരു ദുരന്ത വാർത്ത രാവിലെ വരുന്നു. പുല്ലാട് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. പുല്ലാട് സ്വദേശി ശ്യാമയാണ് കൊല്ലപ്പെട്ടത്. ശ്യാമയുടെ അച്ഛൻ ശശി, പിതൃ സഹോദരിയായ രാധാമണി എന്നിവർക്ക് കുത്തേറ്റു. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, ഇന്നലെയാണ് ശ്യാമയ്ക്ക് കുത്തേൽക്കുന്നത്. എന്തായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണത്തിന്, കുടുംബത്തോടെ എല്ലാവരെയും ആക്രമിക്കാനുള്ള പ്രകോപനം എന്തായിരുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഇന്നലെ രാത്രിയിലാണ് തിരുവല്ല പുല്ലാട് ശ്യാമ എന്ന് വിളിക്കുന്ന ഷാരിമോളെ ഭർത്താവ് അജി കുത്തിക്കൊലപ്പെടുത്തിയത്. കുടുംബകലമാണ് പ്രധാനമായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്. ശ്യാമയുടെ പിതാവ് ശശിയുടെ സഹോദരി രാധാമണി എന്നിവർക്ക് സംഭവത്തിൽ കുത്തേറ്റിട്ടുണ്ട്. രാത്രി 10 മണിക്കാണ് അജി വീട്ടിലെത്തി കുടുംബകലം ഉണ്ടാക്കുകയും തുടർന്ന് ആദ്യം ഭാര്യ ശ്യാമയെ കുത്തുകയും തടസ്സം പിടിക്കാനെത്തിയ പിതാവ് ശശിയുടെ സഹോദരി രാധാമണി എന്നിവർക്ക് ഈ സംഭവത്തിൽ കുത്തേറ്റത്. ഏറെ നാളായി ഈ വീട്ടിൽ കുടുംബകലം ഉണ്ടായി ഒരു സാഹചര്യമുണ്ട്. ഈ അജിയും അതുപോലെ ശ്യാമയും തമ്മിൽ കുടുംബകലം ഉണ്ടായിരുന്നു. ഇത് പലപ്പോഴും പല സമയങ്ങളിൽ മദ്യപിച്ചെത്തി സ്ഥിരം വഴക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ് ഈ പ്രതിയായ അജി. അത് പലപ്പോഴും സംഘർഷത്തിലേക്ക് കലയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ സമാനമായ രീതിയിൽ മദ്യപിച്ച് വീട്ടിലെത്തുകയും വീട്ടുകാരുമായുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്താണ് ശ്യാമയെ അജി കുത്തി പരിക്കേൽപ്പിക്കുകയും കുടൽമാല പുറത്തു വരുന്ന ഒരു സാഹചര്യം മാരമായ രീതിയിലാണ് കുത്തിയത്. ആ സംഭവ സ്ഥലത്ത് തന്നെ ശ്യാമ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. തടസ്സം പിടിക്കാനെത്തിയ പിതാവ് ശശിക്കും സഹോദരിക്കും കുത്തേറ്റ. ശശിക്കും കുത്തേറ്റത് വലിയ മാരകമായ രീതിയിൽ തന്നെയാണ്. സഹോദരി രാധാമണിക്ക് അത്ര പരിക്കുകളില്ലെങ്കിലും ശശിയെ കോട്ടയം മെഡിക്കൽ കോളേജ്, രണ്ടുപേരെയും കോട്ടയം മെഡിക്കൽ കോളേജ്, ശശിയെയും രാധാമണിയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുടുംബകലകമെന്നാണ് പോലീസ് നമ്മൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അജി ഈ സംഭവത്തിന് ശേഷം ഇവിടെ നിന്ന് ഒളിവിൽ പോയിട്ടുണ്ട്. അജിക്കായി പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും ഒരു ദാരുണ സംഭവമാണ് ഉണ്ടായത്. നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസ് പറയുന്നത് ഇവർ തമ്മിലുള്ള കുടുംബകലമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് വ്യക്തമാക്കുന്നത്. ശ്രീജ. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട തിരുവല്ല പുല്ലാട് സ്വദേശി ശ്യാമയാണ് ഭർത്താവ് അജിയുടെ കുത്തേറ്റ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് ശ്യാമയ്ക്കും ശ്യാമയുടെ അച്ഛനും പിതൃ സഹോദരിക്കും നേരെ ആക്രമണമുണ്ടായത്. അതിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്ന ശ്യാമയാണിപ്പോൾ മരിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിഴ ഭീഷണികൾക്കിടയിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരാൻ ഇന്ത്യയുടെ നീക്കം. റഷ്യൻ ആയുധങ്ങളും എണ്ണയും വാങ്ങിയാൽ ഇന്ത്യ അധിക പിഴ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് പേര് വെളിപ്പെടുത്താത്ത ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, എപ്പോഴും ഒരു ഫ്രിക്ഷന് പോകാതിരിക്കുക എന്നതാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഇന്ത്യ സ്വീകരിക്കാറുള്ള നിലപാട്. പക്ഷേ ഇങ്ങനെയൊരു ദുശാഠ്യം അമേരിക്ക പിടിക്കുകയാണെങ്കിൽ
അതിന് വഴങ്ങിക്കൊടുക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട് എന്നതാണോ ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? തീർച്ചയായിട്ടും ശ്രീജ, നിലവിൽ ഏതാനും ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുകൾ എന്ന പേരിലാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഈ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ആദ്യം മുതൽ തന്നെ സർക്കാർ വൃത്തങ്ങളായാലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നാണെങ്കിലും അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാത്ത ഒരു നിലപാടാണ് ഇന്ത്യ പുലർത്തി പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു വിഷയം പുറത്തു വന്നതിന് പിന്നാലെ ആദ്യത്തെ ഒരു പ്രതികരണം വന്നത് വിദേശകാര്യ വക്താവായിട്ടുള്ള രൺധീർ ജയ്സ്വാളിൻ്റെ പ്രതികരണമാണ്. അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു, ഇന്ത്യ എണ്ണ വാങ്ങുന്നത് അത് ആഗോള തലത്തിലുള്ള കച്ചവട താല്പര്യങ്ങളും അതുപോലെ തന്നെ ദേശീയ താല്പര്യങ്ങളും എല്ലാം അനുസരിച്ചാണെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ലോകത്തുള്ള എണ്ണ ലഭ്യത അതുപോലെ എണ്ണയുടെ വില ഇവയൊക്കെ അനുസരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഓരോ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്കൊക്കെ ആണെങ്കിലും റഷ്യയിൽ നിന്ന് നിലവിൽ എണ്ണ വാങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നും രൺധീർ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ഉയർന്ന മറ്റൊരു ചോദ്യമായിരുന്നു, ഇന്ത്യയിലുള്ള സ്വകാര്യ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ നിലവിൽ വാങ്ങുന്നത് നിർത്തി എന്നൊരു അഭ്യൂഹമുണ്ടല്ലോ, അത് ശരിയാണോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഇക്കാര്യത്തെ പറ്റി തനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. നിലവിൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്ക് മേൽ കടുത്ത സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പല പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് വിലക്കിയിരുന്നു. അതുപോലെ തന്നെ കടുത്ത ഉപരോധങ്ങളും റഷ്യയ്ക്ക് മേൽ വെച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളാണ് ഇന്ത്യ എന്ന് പറയുന്നത്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ അത് ഇന്ത്യയിലേക്ക് ഇപ്പോഴും ഇറക്കുമതി ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനവുമായി ഇതിനു മുൻപ് തന്നെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും അവിടെ ഇപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പോൾ ആന്റോണിയോ റൂബി ആണെങ്കിലും അവരെല്ലാവരും ഇതിനു മുൻപേ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടങ്ങളിലൊന്നും ഒരു കടുത്ത നിലപാട് ഇപ്പോൾ ഒരു സംഘർഷത്തിന് പോകാതെ എന്നാൽ ഇന്ത്യയുടെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാതെയാണ് ഇന്ത്യ നിലവിൽ മുന്നോട്ട് വന്നിരുന്നത്. ഇപ്പോഴും ആ ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യ പുലർത്തി പോകുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ യാതൊരു സർക്കാർ വൃത്തങ്ങളൊന്നും തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതായി അറിയിച്ചിട്ടില്ല. ശ്രീജ. അജയ്, അതേസമയം തന്നെ ഈ ടാരിഫൊക്കെ ചുമത്തി ഇങ്ങനൊരു നിലപാടെടുക്കുകയാണെങ്കിൽ ടാരിഫ് ഇനിയും ഉയർത്തും എന്ന രീതിയിലൊക്കെയുള്ള വെല്ലുവിളിയെ നേരിടാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നുണ്ട്. അത്തരം സമ്മർദ്ദങ്ങൾ നൽകുകയാണെങ്കിൽ അതിനെ നേരിടാൻ രാജ്യം തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനകളാണോ? കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോക്കൽ ഫോർ ലോക്കൽ എന്ന രീതിയിൽ നമ്മൾ ആയേ മതിയാകൂ എന്നൊരു സന്ദേശം അദ്ദേഹം മുൻപും പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് വാരാണസിയിൽ അദ്ദേഹം നടത്തിയ ഈ പൊതുറാലിയിൽ നടത്തിയ പ്രസംഗത്തിന്? ഇന്നലെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പൊതുവെ ദേശീയ താല്പര്യങ്ങളെല്ലാം മുൻനിർത്തി അദ്ദേഹം സംസാരിച്ചിരുന്നു. പാകിസ്ഥാന് മേലെയും കടുത്ത വിമർശനങ്ങളുമായി അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. ഇതിൽ അദ്ദേഹം ഇപ്പോൾ അമേരിക്കയുമായി നിലവിലുള്ള ഈ വ്യാപാര ഇപ്പോൾ താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറെ പ്രസക്തമായി മാറുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, ലോക സമ്പദ് വ്യവസ്ഥ അതിപ്പോൾ ഒരു അസന്തുലിതമായിട്ടുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിരവധി അനിശ്ചിതത്വങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്നു. ഈ ഒരു അനിശ്ചിതത്വങ്ങൾക്കിടയിൽ പല ലോകരാജ്യങ്ങളും അവരുടെ വ്യക്തിഗത താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓരോ രാജ്യങ്ങളും അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. അതിന് ഓരോ പൗരന്മാർക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ അത് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തു വയ്ക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ഇന്ത്യയുടെ എക്കണോമി ഡെഡ് എക്കണോമി ആണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കുറഞ്ഞ വിലയ്ക്കാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെ തന്നെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ എക്കണോമി ഡെഡ് എക്കണോമി ആണെന്നാണ്. അപ്പോൾ ഇതിനുള്ളൊരു മറുപടി കൂടിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിക്കൊണ്ട്
ിരിക്കുകയാണെന്നുള്ള അതിൽ ഊന്നി പറയുന്ന നരേന്ദ്രമോദിയുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഈ പ്രസ്താവന എന്ന് പറയുന്നത്. മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യക്കാർ വിയർപ്പൊഴുക്കി ഇന്ത്യയിലെ സാധനങ്ങളുടെ ലഭ്യത അനുസരിച്ച് ഇന്ത്യയുടെ സാങ്കേതികവിദ്യ, ഇന്ത്യയുടെ തനതായിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാനായി തയ്യാറാകണം. മെയ്ക്ക് ഇൻ ഇന്ത്യ, ആ ഒരു കാര്യം, ഇന്ത്യയിലുള്ള സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് സ്വദേശിയായി മാറണം, സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മുൻഗണന നൽകണം എന്ന് അദ്ദേഹം പറയുന്നു. ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ നമ്മൾ മുന്നിൽ കാണേണ്ട ഏറ്റവും വലിയ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ നിർമ്മിച്ചതാണോ എന്നുള്ളതാകണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് പരമാവധി സാധനങ്ങൾ വാങ്ങിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുവരേണ്ടതാകണം ഓരോ പൗരന്മാരുടെ ഉത്തരവാദിത്വം എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വാരണാസിയിൽ പറഞ്ഞത്. അത് നിലവിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പ്രസക്തമായി മാറുകയാണ്. എന്നാൽ അമേരിക്കയുടെ നിലപാടിൽ നിലവിൽ മാറ്റമുള്ളതായിട്ടൊന്നും നമുക്ക് കാണുന്നില്ല. ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ പുതിയ താരിഫുകളെല്ലാം പ്രാബല്യത്തിൽ വരും. 26% താരിഫാണ് ഇന്ത്യക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. മാത്രമല്ല, റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് കാരണം 10% അധിക താരിഫും ഇന്ത്യക്ക് മേൽ, ഒരു അധിക പിഴ പോലെ ഇന്ത്യക്ക് മേൽ ചുമത്തുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ ഒരു വാക്കുകൾ കൊണ്ടുള്ള പരസ്പര പോര്, അതും ഇന്ത്യ പലപ്പോഴും ഒരു നോവിക്കാതെയുള്ള പ്രതികരണങ്ങളാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ അമേരിക്ക കടുത്ത രീതിയിൽ തന്നെയുള്ള വിമർശനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ശ്രീജ. ശരി അജയ്, നമുക്ക് എന്തായാലും ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. വാരാണസിയിൽ ഒരു പൊതുറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. हम स्वदेशी का संकल्प लें। अब हम कौन सी चीजों को खरीदेंगे, कौन से तराजू से तोलेंगे? मेरे भाइयों बहनों, मेरे देशवासियों, अब हम कुछ भी खरीदें तो एक ही तराजू होना चाहिए। हम उन चीजों को खरीदेंगे जिसे बनाने में किसी न किसी भारतीय का पसीना बहा है, और जो चीज भारत के लोगों द्वारा बनी है, भारत के लोगों के कौशल्य से बनी है, भारत के लोगों के पसीने से बनी है, हमारे लिए बहुत स्वदेशी है। हमें वोकल फॉर लोकल मंत्र को अपनाना होगा। हम संकल्प लें कि हम मेक इन इंडिया प्रोडक्ट्स को ही बढ़ावा देंगे. ഇന്നലെ വിചിത്രമായ ഒരു ആരോപണം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയുണ്ടായി. അത് BJP നേതാവ് അരുൺ ജെയ്റ്റ്ലിക്കെതിരെയായിരുന്നു. വിചിത്രമായ ഒരു ആരോപണമായിരുന്നു അത്. കാർഷിക നിയമങ്ങളെ എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്താൻ സർക്കാർ അരുൺ ജെയ്റ്റ്ലിയെ അയച്ചു, പേര് പറയുന്നില്ല, അയച്ചു എന്നതായിരുന്നു ഈ വിമർശനം. 2020 ജൂണിലാണ് കേന്ദ്രം ഓർഡിനൻസായി 3 കാർഷിക നിയമങ്ങൾ കൊണ്ടുവരുന്നത്. എന്നാൽ ദീർഘകാലമായി അസുഖബാധിതനായി എയിംസിൽ കഴിഞ്ഞിരുന്ന അരുൺ ജെയ്റ്റ്ലി 2019 ഓഗസ്റ്റിൽ തന്നെ മരിച്ചിരുന്നു. മരണപ്പെട്ട നേതാവ് എന്നൊക്കെ രീതിയിലാണ് ആ പരാമർശമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ രാഹുലിൻ്റെ ഈ പരാമർശം വലിയ ചർച്ചയാവുകയാണ്. രാഹുൽ ഉദ്ദേശിച്ചത് അരുൺ ജെയ്റ്റ്ലി ആണെങ്കിൽ അരുൺ ജെയ്റ്റ്ലി 2019 തന്നെ മരിച്ചതായിരുന്നല്ലോ എന്നതാണ് ചോദ്യം. ശരി, ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ഒരു ചെറിയ ഇത്തരം ഹാർഡ് ന്യൂസിൽ നിന്നൊക്കെ ഒരു ചെറിയ ഇടവേള എടുത്ത് നമുക്കൊരു വളരെ പോസിറ്റീവായ ഒരു വാർത്തയിലേക്ക് പോയാലോ. പഠിക്കുന്നതിന് പ്രായം തടസ്സമല്ല, ആത്മവിശ്വാസമുണ്ടെങ്കിൽ എന്തും നേടാം, ഇതൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷെ പറയുന്നതിനപ്പുറത്ത് ഇത് പ്രവർത്തിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഇത് സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് 40-കാരിയായ പൂർണിമ. 17-കാരനായ മകനോടൊപ്പം ബിരുദ പഠനത്തിന് കോളേജിൽ ചേർന്ന പൂർണിമ സ്വപ്നങ്ങൾക്ക് പിറകെ പായുകയാണിപ്പോൾ. ന്യൂജൻ ക്ലാസ്മേറ്റുകൾക്കൊപ്പം പഠിക്കുന്ന പൂർണിമ മകനൊപ്പമാണ് കോളേജിലേക്ക് പോകുന്നതും വരുന്നതുമൊക്കെ. 40-ാം വയസ്സിൽ 17-കാരനായ മകൻ വൈഷ്ണവിനൊപ്പം MA കോളേജിൽ 1-ാം വർഷ ബിരുദത്തിന് ചേർന്നിരിക്കുകയാണ് കോതമംഗലം പോത്താനിക്കാട് സ്വദേശി പൂർണിമ. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലാണ് പൂർണിമ BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തത്. BCom ഡിപ്പാർട്ട്മെന്റിലാണ് മകൻ വൈഷ്ണവ് ചേർന്നത്. മകന് പ്രിയം ഫുട്ബോളിനോടാണെങ്കിൽ അമ്മയ്ക്കിഷ്ടം സാഹിത്യവും വായനയുമാണ്.
ന്യൂജൻ തലമുറയുടെ കൂടെ പഠിക്കുന്നതിന്റെ ജാള്യതയൊന്നും പൂർണിമയ്ക്കില്ല. ഒരിക്കൽ മുടങ്ങിയ പഠനം തുടരാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് പൂർണിമ. വളരെ സന്തോഷത്തിലാണ്. പഠിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പിള്ളേരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാവരും നമ്മളോട് നന്നായിട്ട് ഇടപഴകുന്ന കൂട്ടത്തിലാണ്. നമ്മളിപ്പോ അവര് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ ന്യൂസിലൊക്കെ എല്ലാവരും ഇങ്ങനെ അമ്മയും മോനും ആയിട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവര് പറയണേ എന്റെ അമ്മയായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില്. അപ്പൊ ഭയങ്കര സന്തോഷം. അവരുടെ ക്ലാസ്സിലുള്ളത് അവർക്ക് ഭയങ്കര പ്രൗഡാന്നൊക്കെ പറയുന്നത്. വീട്ടുകാര്യങ്ങളും അടുക്കള കാര്യങ്ങളും എല്ലാം ചെയ്തു തീർത്ത് 2 മക്കളിൽ ഇളയവനും പോത്താനിക്കാട് സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ വൈഭവ് ദേവിനെ സ്കൂളിലും പറഞ്ഞയച്ചതിനു ശേഷമാണ് ഉച്ചഭക്ഷണവുമായി ഈ അമ്മയുടെയും മൂത്ത മകന്റെയും ഒരുമിച്ചുള്ള കോളേജ് യാത്ര. വൈകിട്ടും ഒന്നിച്ചാണ് മടക്കം. എല്ലാറ്റിനും പിന്തുണയായി ഭർത്താവ് KS ബിനുവും കൂടെയുണ്ട്. കോതമംഗലം KSRTC ഡിപ്പോയിലെ കണ്ടക്ടറാണ് ബിനു. പൂർണിമയുടെ നിശ്ചയദാർഢ്യം പല കാരണങ്ങളാൽ പഠനം ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയവർക്ക് ഒരു പ്രചോദനമാകട്ടെയെന്നും കൂടുതൽ പേർ ക്യാമ്പസുകളിലേക്ക് പഠനത്തിനായി തിരിച്ചെത്തട്ടെയെന്നും MA കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ പറഞ്ഞു. രണ്ടുപേരും ഒരേ സമയം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ള അപൂർവത കൂടിയാണ് മാർ അത്തനേഷ്യസ് കോളേജിൽ ഇപ്പോൾ ഉള്ളത്. പൂർണിമയുടെ നിശ്ചയദാർഢ്യം ഇതുപോലെ പഠനം ഇടയ്ക്ക് വെച്ച് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള ഒരാശംസയാണ് കോളേജിനുള്ളത്. കൂടുതൽ പേർ ക്യാമ്പസുകളിലേക്ക് പഠനത്തിനായി തിരിച്ചെത്തട്ടെ. ന്യൂസ് 18 കോതമംഗലം. പൂർണിമയ്ക്ക് എല്ലാ ആശംസകളും. ഒപ്പം പൂർണിമ ഇങ്ങനെ കൂടെ നിർത്തി ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പൂർണിമ BA ഇംഗ്ലീഷിനും മകൻ BComനുമാണ് പഠിക്കുന്നത്. പക്ഷെ അവർ ഒന്നിച്ചാണ് പോകുന്നതും വരുന്നതും. അവിടെ ക്യാമ്പസിലെ വൈബൊക്കെ പിടിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നായിരുന്നു പൂർണിമ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത്. അപ്പോൾ പൂർണിമയ്ക്കും മോനും എല്ലാ ആശംസകളും നേരുന്നു. വളരെ നല്ല മാർക്കോടെ ഏറ്റവും നല്ല അനുഭവമായി ഒരു കോളേജ് ജീവിതം, ക്യാമ്പസ് ജീവിതം പൂർണിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് തന്നെ ആശംസിക്കാം നമുക്ക് എല്ലാവർക്കും. ഇനി പഠനം കൊണ്ട് പ്രത്യേകിച്ച് എന്താണ് ചെയ്യാൻ കഴിയുക? എല്ലാവരും പറയാറുണ്ട് പഠിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം എന്നത് മുന്നോട്ട് പോക്കിൽ എത്രത്തോളം പ്രധാനമാണ് എന്ന് തെളിയിക്കുന്ന ഒരാളെക്കുറിച്ചാണ് പറയുന്നത്. സ്വന്തമായി നിയമ പോരാട്ടം നടത്തി തൻ്റെ അവകാശം നേടിയെടുത്ത സന്തോഷത്തിലാണ് കോതമംഗലം സ്വദേശിനിയായ മെയ്മോൾ. വന്യജീവി ശല്യം കാരണം റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതി പ്രകാരം വനം വകുപ്പിന് കൈമാറിയ ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായി മെയ്മോൾ 1.5 വർഷം അഭിഭാഷകരില്ലാതെ പോരാടി. ആ പോരാട്ടത്തിന് പിന്തുണയായത് വിദ്യാഭ്യാസമാണ്. റീബിൽഡ് പദ്ധതി പ്രകാരം ഈ മേഖലയിലെ മറ്റു കുടുംബങ്ങൾക്കൊപ്പമാണ് മെയ്മോളും ക്യാൻസർ ബാധിതയായ അമ്മ മോളിയും കൈവശഭൂമി കൈമാറാനുള്ള സന്നദ്ധത അറിയിച്ചത്. 2023 ഓഗസ്റ്റ് 22 നൽകിയ അപേക്ഷയിൽ നടപടിയുണ്ടായില്ല. തുടർന്നാണ് മെയ്മോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. കോട്ടപ്പടി കുർബാനപ്പാറ സ്വദേശിനിയാണ് മെയ്മോൾ. വന്യജീവി ശല്യം കാരണം റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച് വനം വകുപ്പിന് കൈമാറിയ ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായി 1.5 വർഷമാണ് അഭിഭാഷകരില്ലാതെ പോരാടിയത്. ഒരു നിസ്സാരമായൊരു യാത്രയായിരുന്നില്ല. 3 WPC, 2 കോടതിയലക്ഷ്യ കേസ്, ഒരു റിവ്യൂ പെറ്റീഷൻ. കാരണം ഒരു വിധി വന്നത് കോടതിയലക്ഷ്യ കേസിന്മേൽ വന്ന വിധിയെ എതിർകക്ഷികൾ പുനർപരിശോധന ഹർജി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവസാനമായിട്ട് ഇപ്പൊ ഞാൻ ജയിച്ചിരിക്കുന്ന എനിക്ക് തരാനുള്ള ബാക്കി പൈസ കോടതിയുടെ രജിസ്ട്രിയിൽ വനംവകുപ്പ് കെട്ടിവെക്കണം. അത് കണ്ടു ബോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരി ഭൂമി വനംവകുപ്പിൽ എഴുതി കൊടുക്കണം. വനംവകുപ്പിൽ എഴുതി കൊടുത്തു എന്നുള്ള തെളിവുമായിട്ട് കേരള ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള മുഴുവൻ പൈസയും തരും. വനംവകുപ്പ് ഉന്നയിച്ച സാങ്കേതിക കാരണങ്ങളെ ഹൈക്കോടതിയിൽ നേരിട്ട് വാദിച്ച് ജയിച്ച സന്തോഷത്തിലാണ് PhD വിദ്യാർത്ഥിനി കൂടിയായ മെയ്മോൾ. ഹർജിക്കാരിക്ക് അർഹതയുള്ള 45 ലക്ഷം രൂപയിൽ ആദ്യ ഗഡുവായി നൽകിയ 22.5 ലക്ഷം രൂപ കഴിച്ചുള്ള തുക 2 ആഴ്ചയ്ക്കകം ഹൈക്കോടതിയിൽ കെട്ടിവെക്കാൻ കോടതി ഉത്തരവിട്ടു. ചരിത്രത്തിലും ആർക്കിയോളജിയിലും ബിരുദാനന്തര ബിരുദവും നെറ്റും പാസ്സായിട്ടുള്ള തനിക്ക് മാതാപിതാക്കൾ നൽകിയ ഉന്നത വിദ്യാഭ്യാസമാണ് നിയമ പോരാട്ടത്തിന് ശക്തി നൽകിയതെന്ന് മെയ്മോൾ പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം. കഴിഞ്ഞ 1.5 വർഷം അഭിഭാഷകരില്ലാതെ പോരാടിയാണ് ഈ നിയമ പോരാട്ടത്തിൽ മെയ്മോൾ വിജയം നേടിയത്. നേരത്തെ നമ്മൾ പൂർണിമയുടെ കാര്യം പറഞ്ഞു. വിദ്യാഭ്യാസത്തിനായി തിരിച്ചു വരുന്ന പൂർണിമയെ കണ്ടു. വിദ്യാഭ്യാസം കൊണ്ട് മുന്നോട്ട് പോകുന്ന മെയ്മോളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതൊക്കെ എല്ലാവർക്കും പ്രചോദനമാകട്ടെ
എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ന്യൂസ് 18 കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്, അത് ധർമ്മസ്ഥലയിൽ നിന്നുള്ള വാർത്തയാണ്. ധർമ്മസ്ഥലയിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം. മാർക്ക് ചെയ്ത 3 ഇടങ്ങളിലാണ് പരിശോധന ഇനി ബാക്കിയുള്ളത്. 10 പോയിന്റുകളിൽ പരിശോധന പൂർത്തിയായെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവിടാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ഇന്ന് പരിശോധനയില്ല. ഇതിനിടെ കൂടുതൽ പേർ പരാതിയുമായി അന്വേഷണ സംഘത്തെ സമീപിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. 5 ദിവസത്തെ പരിശോധന കഴിഞ്ഞു, ഇന്നിപ്പോൾ പരിശോധനയില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്, ഒന്ന് കൂടുതൽ പേർ പരാതിയുമായി എത്തുന്നുണ്ട്, മറ്റൊന്ന് ഇന്നലെ ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനെതിരെ തന്നെ ആരോപണം ഉയരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നലെ ആ സംഘത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നതുമില്ല. എന്തൊക്കെയാണ് നിലവിൽ ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത്? ശ്രീജ, വെരി ഗുഡ് മോർണിംഗ്. ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നടന്ന പരിശോധന, അതായത് 10 ഇടങ്ങളിലാണ് ഇതുവരെ പരിശോധന നടന്നത്. പക്ഷേ അതിലെ ഏതെങ്കിലും വിശദാംശങ്ങൾ വിടാൻ SIT തയ്യാറായിട്ടില്ല എന്നതാണ്, അത് പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ 13 ഇടങ്ങളിലെ പരിശോധന പൂർത്തിയായതിനു ശേഷമായിരിക്കാം ഒരു പക്ഷേ SIT വാർത്താ സമ്മേളനം വിളിച്ച് ഇതിന്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി പൊതുസമൂഹത്തിലേക്ക് അറിയിക്കുക. അതൊരു പക്ഷേ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഉണ്ടായേക്കാം. കാരണം നാളത്തോടുകൂടി ഈ പരിശോധന പൂർത്തിയാക്കാനാണ്, അതായത് മാർക്ക് ചെയ്ത ഇടങ്ങളിലെ പരിശോധന പൂർത്തിയാക്കാനാണ് SIT ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അത്തരത്തിലുള്ള വളരെ വേഗത്തിൽ ഉള്ള പരിശോധന നടക്കുന്നത്. ഇന്നലെ 2 ഇടങ്ങളിൽ മാത്രമാണ് പരിശോധന നടന്നത്. പക്ഷെ നാളെ ഒരു പക്ഷേ 3 ഇടങ്ങളിൽ, ഇനി ബാക്കിയുള്ള മാർക്ക് ചെയ്ത 3 ഇടങ്ങളിലെ പരിശോധന പൂർത്തിയാക്കി പിന്നീട് കൂടിയാലോചന നടത്തിയതിനു ശേഷം തുടർ പരിശോധന സംബന്ധിച്ച തീരുമാനമുണ്ടാകും. അതായത് ഇനി പരിശോധന നടത്താനുള്ളതെല്ലാം സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലും അത്തരം സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതിന് കോടതിയുടെ ഒരു അനുമതി തേടേണ്ടതുണ്ട്. കോടതിയുടെ ഉത്തരവോടുകൂടി ആ ഇടങ്ങൾ പരിശോധിക്കാനാണ് ഇപ്പോൾ ഇനി ആലോചന നടക്കുന്നത്. ഏതായാലും നാളത്തെ പരിശോധന നിർണായകമാണ്. അതിനുശേഷമായിരിക്കും മറ്റ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരൂ. ഇന്ന് ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഇന്നില്ല. ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ കൂടിയാലോചനകൾ ഉണ്ടായേക്കാം. ഇനി ഏത് രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം, അതല്ല ഇനി ഇവിടെ നിന്നും എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചു, അതെല്ലാം ഒരു പുറത്ത് പറയുന്ന രീതിയിൽ. ഏതായാലും ഈ വരുന്ന ആഴ്ച ബുധനാഴ്ചയോടുകൂടി വളരെ നിർണായകമായ ഈ ദുരൂഹത, ധർമ്മസ്ഥലയിലെ ദുരൂഹത സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നേക്കാം. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നേക്കാം. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നമ്മുടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ 6 നമ്പറിൽ നിന്നുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതും SIT ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു കാര്യവും പുറത്ത് പറയാൻ തയ്യാറായിട്ടില്ല. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ബെൽത്തങ്ങാടി ക്യാമ്പ് ഓഫീസിലാണ് ഇത്തരത്തിൽ പരാതി വന്നിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ കൂടുതൽ ആരാണ് ഈ ഒരു പരാതിക്കാരി, ഇത്തരം വിശദാംശങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. അതും വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയാണ് SIT കൈകാര്യം ചെയ്യുന്നത്. കൂടുതൽ ഇടങ്ങളിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന, അത് സംബന്ധിച്ച തീരുമാനം, ഒപ്പം ഇതുവരെ ലഭിച്ച ഈ ഒരു പരിശോധനയുടെ മൊത്തം വിശദാംശങ്ങൾ, ഇതാണ് ഇനി അറിയേണ്ടത്. ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർണായകമാണ്. ഇത്രയും നാളത്തെ 1 മാസത്തിലധികമുള്ള വലിയ തോതിലുള്ള ആരോപണങ്ങൾ, അത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഇനി ഈ ആഴ്ച പുറത്തു വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്നലെ ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ആ സംഭവം, അതിൽ മഞ്ജുനാഥ ഗൌഡ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റി വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഈ സാക്ഷിയെ തെളിവെടുപ്പിന് ഹാജരാക്കില്ല എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ ഇവർ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ DGP നേരിട്ട് ഇടപെട്ട് ആ അന്വേഷണം, ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ ബംഗളൂരുവിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇയാളെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ വരുന്ന ആഴ്ച പുറത്തു വന്നേക്കാം. സാക്ഷിയെ ഭീഷണിപ്പെടുത്തി വീഡിയോ ചിത്രീകരിച്ചു എന്നാണ് പറയുന്നത്. അതായത് രാത്രി 1 മണിയോടുകൂടി ഈ ബെൽത്തങ്ങാടി ക്യാമ്പ് ഓഫീസിൽ നിന്നും ഇത്തരത്തിൽ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി വ്യാജ പരാതിയാണ് നൽകിയതെന്ന തരത്തിൽ ദൃശ്യം ചിത്രീകരിച്ചു. ആ വീഡിയോ ഇയാളുടെ സ്വകാര്യ ഫോണിൽ ചിത്രീകരിച്ചു എന്നാണ് വലിയ ഗുരുതരമായ ആരോപണമുള്ളത്. ചിലപ്പോൾ അതിനുശേഷവും ഈ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി പിന്നീട് തെരച്ചിൽ നടത്തുന്ന ഒരു കാഴ്ച ധർമ്മസ്ഥലയിൽ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഈ ഒരു സംഭവം, അതായത് ഇനി ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി, എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചു, ഫോറൻസിക് പരിശോധന കഴിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ, അത് എത്ര പേരുടേതാണ്, അത്തരം വളരെ നിർണായകമായ കാര്യങ്ങൾ ഇനി ഈ വരുന്ന ആഴ്ച പുറത്തു വന്നേക്കാം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് കാത്തിരിക്കുന്ന ഒരു കാര്യവും.
ആ സംഭവത്തിലാണ് ഇനി ബുധനാഴ്ചയോടുകൂടി ഇത്തരത്തിൽ DGP ആണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് പരിശോധനയില്ല, ഇന്ന് കൂടിയാലോചനകൾ ഉണ്ടാകാം. ഇനി തുടർ പരിശോധന ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകണം, കാരണം 100ഓളം മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചുവിട്ടതാണ് മൊഴി. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. മുഴുവൻ ഈ സാക്ഷി ചൂണ്ടിക്കാട്ടുന്ന മുഴുവൻ ഇടങ്ങളിലും പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇതിൽ ഒരു അന്വേഷണം അവസാനിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നതെന്നാണ് ധർമ്മസ്ഥലിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം പുനലൂരിലെ തലൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ ഫിറ്റ്നസ് പൂർണ്ണമായും റദ്ദാക്കി. ഫിറ്റ്നസ് നഷ്ടമായ കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലുമായാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. 165 വർഷം പഴക്കമുള്ള സ്കൂൾ യാതൊരു തരത്തിലുള്ള നവീകരണ പ്രവർത്തനവും നടത്താതെ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലായിരുന്നു. സ്കൂളിന്റെ ശോചനീയ അവസ്ഥ ന്യൂസ് 18-ലെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയിലൂടെയാണ് പുറം ലോകം അറിയുന്നത്. 165 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന തലവൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ ഫിറ്റ്നസാണ് ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും റദ്ദാക്കിയത്. സ്കൂളിന്റെ ശോചനീയാവസ്ഥയിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സ്കൂളിന്റെ ശോചനീയാവസ്ഥ ന്യൂസ് 18 ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയിലൂടെയാണ് പുറം ലോകത്തെ അറിയിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് തലവൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്കൂൾ പരിശോധനയ്ക്കെത്തി സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ യോഗ്യമല്ലെന്ന് കണ്ടെത്തി സ്കൂളിന്റെ പ്രവർത്തനം പൂർണ്ണമായും റദ്ദു ചെയ്തത്. ഓടുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്നു. മേൽക്കൂരകൾ തകർന്ന് കമ്പികളിൽ താങ്ങി നിർത്തേണ്ട അവസ്ഥ. തൊഴുത്തിന് സമാനമായ അന്തരീക്ഷത്തിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് റദ്ദാക്കിയതോടെ സമീപത്തുള്ള ഓർത്തഡോക്സ് സഭയുടെ ഉടമസ്ഥതയിലുള്ള ശാന്തി ഭവനത്തിൽ താൽക്കാലികമായി സ്കൂൾ പ്രവർത്തിപ്പിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. നിവൃത്തികേടിന്റെ അങ്ങേയറ്റം എത്തി നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു കച്ചിത്തുരുമ്പാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു കെട്ടിടം ലഭിക്കുന്നത് വഴി ഉണ്ടാകുന്നത്. എത്രയും വേഗമോട് പുതിയ കെട്ടിടം വരിക എന്നുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം സാധിക്കുന്നതിനും എല്ലാവരുടെയും സഹായവും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ബലക്ഷയമായ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനും MLA സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കാനുമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്നും പഞ്ചായത്ത് അധികാരികളോട് PTA ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പുനലൂർ. സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന അപകടകരമായ വൈദ്യുതി ലൈൻ മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ട് KCB ഉദ്യോഗസ്ഥർക്ക് അറിയിപ്പ് നൽകിയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് മറ്റൊരു പരാതി. പുനലൂർ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ മഹാദേവർ വലിയകാവ് ഹൈസ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെയാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ തന്നെ ഇവിടെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ സ്കൂളിന് മുകളിലൂടെ കടന്നുപോയ വൈദ്യുതി ലൈനിൽ തട്ടി വിദ്യാർത്ഥി മരിക്കാനിടയുണ്ടായ സാഹചര്യം മുതലാണ് സ്കൂൾ പരിസരത്തെ അപകടകരമായ വൈദ്യുതി ലൈൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിച്ചത്. ഇതോടെ വിഷയം KCB അറിയിച്ചു. എന്നാൽ KCB ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാതെ വന്നതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചത്. പഠനം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ 2 അടി ഉയരത്തിലാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. ശുചിമുറിയോട് ചേർന്നുള്ള മരത്തിന്റെ ചില്ല വൈദ്യുത ലൈനിൽ മുട്ടി നിൽക്കുകയാണ്. പലതവണ ഈ സ്കൂൾ അധികൃതർ ഈ KCB ഉദ്യോഗസ്ഥരോട്, പിറവന്തൂർ സെക്ഷൻ പരിധിയിലാണ് ഇത് പെടുന്നത്, KCB അധികൃതരോട് ഇതിന് നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പ്രദേശത്തെ പട്രോളിംഗ് പോലും നടത്താതെ ലൈൻ പട്രോളിംഗ് നടത്തുമെന്ന് അവകാശപ്പെടുന്ന KCB വീണ്ടും ഒരു ദാരുണമായ ദുരന്തമുണ്ടാക്കിയതിന് ശേഷം മാത്രമേ നടപടിയെടുക്കൂ എന്ന പിടിവാശിയിലാണ്. അടിയന്തരമായി ഈ ലൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളോ മറ്റോ ആക്കിക്കൊണ്ട് ഈ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി KCB അധികൃതർ തയ്യാറാകണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുകയാണ്. തീർത്തും ഉൾനാടൻ മലയോര മേഖലയിലാണ് മഹാദേവർമൺ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. സാധാരണക്കാരുടെ കുട്ടികളാണ് ഇവിടെ അധികവും പഠിക്കുന്നത്. ഒരപകടമുണ്ടായാൽ സമയബന്ധിതമായി ചികിത്സ നൽകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ. വഴിയുടെ ശോചനീയാവസ്ഥയും ആംബുലൻസുകളുടെ അഭാവവും ഒക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും ദുരന്തമുണ്ടാകുന്നതുവരെ കാത്തിരിക്കുന്ന KCBയുടെ നിലപാടിനെതിരെ രക്ഷിതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂസ് 18 പുനലൂർ. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലായിടത്തും ഇതുപോലെയൊക്കെയാണല്ലോ എന്ന് കരുതണ്ട. പലയിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. പലപ്പോഴും ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണെന്ന് മാത്രം. അവിടെ ഏത് നിമിഷവും നിലം പൊത്താറായി കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടമുണ്ട്. 6 വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ കെട്ടിടത്തിൽ പടർപ്പുകൾ കയറി കാട് പിടിച്ച് കിടക്കുകയാണ്. പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസുകൾ മാറ്റി സ്ഥാപിച്ചെങ്കിലും പഴയ കെട്ടിടം ഇപ്പോഴും അപകടാവസ്ഥയിൽ അവിടെ തന്നെയുണ്ട്, പൊളിച്ചു നീക്കിയിട്ടില്ല. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികളിൽ ആശങ്ക പരത്തി കാലപ്പഴക്കം ചെന്ന കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്.
ഇത് 6 വർഷമായി ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. കെട്ടിടത്തിലെ കഴുക്കോലുകൾ ദ്രവിച്ച് ഓടുകൾ ഇളകി നിലം പൊത്താറായ അവസ്ഥയിലാണ്. സമീപത്തെ മരങ്ങളെല്ലാം കെട്ടിടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കെട്ടിടത്തിന് മുകളിൽ വള്ളിപ്പടർപ്പുകൾ കയറി കാട് പിടിച്ചു കിടക്കുകയാണ്. കുട്ടികൾ കളിക്കുന്നതും ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോകുന്നതും ശൗചാലയത്തിൽ പോകുന്നതുമെല്ലാം ഇതിന് സമീപത്തു കൂടിയാണ്. പാചകപ്പുര സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെ. നിലവിൽ ഒരു 6 വർഷമായിട്ട് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഹയർ സെക്കൻഡറി നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടമാണിത്. അപ്പോൾ 6 വർഷമായിട്ട് ഇത് അൺഫിറ്റ് ആയത് കാരണം 6 വർഷമായിട്ട് ഉപയോഗത്തിലില്ലാതിരിക്കുന്നതാണ്. ഇത് നല്ല അപകടാവസ്ഥയിലാണ്. അപ്പോൾ അത് പ്രസ്തുത വിവരം നമ്മൾ നഗരസഭയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നഗരസഭ ഇത് പുതിയ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് ടെൻഡർ കൊടുത്തു. പക്ഷേ അവർ ഇതുവരെ പൊളിച്ചുകൊണ്ട് പോയിട്ടില്ല. അതിന് കാരണം നമ്മൾ മുൻവശത്ത് കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിന് വണ്ടി ഇങ്ങോട്ട് കടന്നു വരാനുള്ള അസൗകര്യം കൊണ്ടാണ്. ഇതാണ് അപകടകരമായ അവസ്ഥയിലാണ്. കുട്ടികൾ കൈ കഴുകാനും ടോയ്ലറ്റിലൊക്കെ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതിനെ എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു നീക്കാനുള്ള അനന്തര നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. മുൻപ് UP വിഭാഗം ക്ലാസുകളാണ് തകർന്ന കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. പുതിയ കെട്ടിടം പണിതപ്പോൾ ക്ലാസുകൾ അവിടേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഉപയോഗശൂന്യമായ കെട്ടിടം പൊളിച്ചു മാറ്റാൻ വർഷങ്ങളായിട്ടും നടപടി പൂർത്തിയായിട്ടില്ല. അടുത്തിടെ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ലേലം വിളിച്ച് കരാർ നൽകിയിരുന്നു. എന്നാൽ അതിനുള്ള നടപടിക്രമങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. ഇവിടേക്ക് വാഹനമെത്താനുള്ള ഭാഗത്ത് ഇപ്പോൾ പുതിയ കെട്ടിടം നിർമ്മിക്കാനായി കുഴിയെടുത്തിട്ടിരിക്കുകയാണ്. ഇവിടെ തൂണുകൾക്ക് കോൺക്രീറ്റ് നടത്തി മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഇതുവഴി വാഹനം കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. മഴ മാറി നിന്നാൽ കെട്ടിടം പൊളിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാമില അനുമോൻ അറിയിച്ചു. കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്, എന്നാൽ പോലും ഇപ്പോൾ അതിന്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. പൊളിച്ചു മാറ്റുന്നതിന് വാല്യുവേഷൻ ഇടണമായിരുന്നു. അതിന്റെ വാല്യുവേഷൻ ഇട്ടു. ഇപ്പം ലേലം നടന്നിട്ടുണ്ട്. ഇനി അത് പൊളിച്ചു മാറ്റിയാൽ മതി. പക്ഷെ ഇപ്പം നടക്കുന്നൊരു പ്രശ്നം, ഇപ്പൊ ഈ കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് അങ്ങോട്ട് വണ്ടി കയറുന്നതിനൊരു ചെറിയ തടസ്സമുണ്ട്. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ, ഈ മഴയൊന്ന് തോർന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടുത്തെ വണ്ടി കയറുന്നതിനുള്ള പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ കെട്ടിടവും നമ്മൾ പൊളിച്ചു മാറ്റും. കഴിഞ്ഞ ദിവസം സ്കൂളിലെ പ്രധാന കെട്ടിടത്തിൽ സിമന്റ് പാളി അടർന്ന് ക്ലാസ് മുറിയിലേക്ക് വീണിരുന്നു. പ്രധാന കെട്ടിടത്തിൽ ബലപരിശോധന നടത്താൻ നഗരസഭാ അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നു. തിങ്കളാഴ്ച TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി കെട്ടിടം പരിശോധിക്കും. ന്യൂസ് 18 കായംകുളം. കായിക പരിശീലനത്തിനിടെ കാലിന് പരിക്കേറ്റ വിദ്യാർത്ഥിനിക്ക് സ്കൂൾ അധികൃതർ വൈദ്യസഹായം നൽകിയില്ലെന്ന് പരാതി. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരിശീലനം തുടരാൻ കായിക അധ്യാപകൻ ആവശ്യപ്പെട്ടു എന്നും ആരോപണമുണ്ട്. നെയ്യാറ്റിൻകര കുന്നത്തുകാൽ ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നിവേദിത ഇപ്പോൾ കാലിന്റെ ലിഗമെന്റ് പൊട്ടി ചികിത്സയിലാണ്. PT പീരീഡിനിടെയാണ് നെയ്യാറ്റിൻകര കുന്നത്തുകാൽ ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നിവേദിതയുടെ കാലിന് പരിക്കേറ്റത്. അസഹനീയമായ വേദന അനുഭവപ്പെട്ട നിവേദിത കായിക അധ്യാപകനോട് പരാതിപ്പെട്ടെങ്കിലും ചെവിക്കൊണ്ടില്ല. പകരം പരിശീലനം തുടരാൻ ആവശ്യപ്പെട്ടെന്നാണ് ആരോപണം. ഞാനിങ്ങനെ PT പീരീഡ് പോയപ്പോൾ എന്റെ കൂട്ടുകാരി ബാക്കിൽ നിന്ന് തള്ളിയിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയിരുന്നപ്പോ സാറ് ചോദിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാല് പൊളിച്ച് എനിക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ സാറ് പറഞ്ഞു, ഇങ്ങോട്ട് വാ കൊച്ചു, എനിക്ക് വാ, നിനക്ക് ചെയ്യാനൊക്കെ പറ്റും. യോഗ ചെയ്ത് തീരുമ്പോ നല്ല സുഖമൊക്കെ മാറും. ഈ കാലെടുത്തിന്റെ പുറത്ത് വെക്കാൻ പറഞ്ഞപ്പോ എനിക്ക് പറ്റില്ല. ഞാൻ ഇറങ്ങിപ്പോയി. സാറിന് ഒരുപാട് വഴക്ക് പറഞ്ഞു. ഓയിൻമെന്റ് വാങ്ങിയിട്ട് വന്നപ്പോ സാറ് പറഞ്ഞു, ഇതൊന്നും ഇടണ്ട, ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞെന്നെ കോറും ഒരുപാട് വഴക്ക് പറഞ്ഞു. വേദന രൂക്ഷമായതോടെ സഹപാഠികൾ ഓഫീസ് റൂമിൽ നിന്ന് പെയിന്റ് ബാം പോലുള്ളവ വാങ്ങി പുരട്ടി നൽകി. വൈകുന്നേരം വരെ സ്കൂളിൽ തുടർന്ന് നിവേദിതയോട് ബുദ്ധിമുട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ മറ്റധ്യാപകരോ സ്കൂൾ അധികൃതരോ തയ്യാറായില്ലെന്ന് രക്ഷകർത്താക്കളും പറയുന്നു. വെളുപ്പിന് 3:30 കൊണ്ടുപോയി. കാഷ്വാലിറ്റി കൊണ്ടുപോയപ്പോഴത്തേക്കും എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ഓർത്തോ ഡോക്ടറെ അടുത്ത് വിട്ട് ലിഗമെന്റ് പൊട്ടി എന്നാണ് പറഞ്ഞു ബാൻഡേജ് വിട്ടു. എന്നിട്ട് ഇന്ന് ഞാൻ സ്കൂളിൽ പോയി. അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലെന്ന് ചോദിച്ചപ്പോൾ HM പറഞ്ഞു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയപ്പോഴും അവിടെ പാർട്ടിയുടെ ഒരാളുണ്ടായിരുന്നു. അയാളാണ് സംസാരിച്ചത് ആദ്യം. പിന്നീടാണ് HM സംസാരിച്ചത്. അയാൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും അറിഞ്ഞിട്ടില്ല. അപ്പം ബാം വാങ്ങാൻ അവിടെ പോയപ്പോഴും അവരാരും അറിഞ്ഞിട്ടില്ല ഒരു കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. PT സാറ് രണ്ടാമത് നിർബന്ധപൂർവ്വം എക്സസൈസ് ചെയ്യിപ്പിച്ചിട്ട് അയാളും ആരുടെ പറഞ്ഞിട്ടില്ല. പതിവ് പോലെ സ്കൂൾ ബസ്സിൽ വീട്ടിലെത്തിയ നിവേദിത കാലിലെ നീര് അമ്മയെ കാണിച്ചു. എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബത്തിന് ഉടൻ വൈദ്യസഹായം തേടാൻ സാധിച്ചില്ല. രാത്രിയോടെ വേദന സഹിക്കാൻ പറ്റാതായതോടെ സമീപവാസികളുടെ സഹായത്തോടെ നെയ്യാറ്റിൻകര ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. എക്സ്റേ പരിശോധനയിൽ കുട്ടിയുടെ ഇടത് കാൽപാദത്തിലെ ലിഗ്മെന്റിന് പൊട്ടനുള്ളതായി കണ്ടെത്തി. തുടർന്ന് ഓർത്തോ വിഭാഗം കാലിന് പ്ലാസ്റ്റർ ഇട്ടു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം സ്പോർട്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവര് ഓടുന്ന സമയത്തോ എന്തായാലും കുഴപ്പമില്ല, വീണ് പരുക്ക് പറ്റിയാൽ അവരെ ധാർമ്മികമായി ആശുപത്രിയിൽ എത്തിക്കേണ്ട ചുമതല അവിടുത്തെ ടീച്ചർമാർക്കും അതുമായി അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന PTAക്കും ഉണ്ട്.
പക്ഷേ ഇവരത് ചെയ്തിട്ടില്ല. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിനിയെ വാൻ ഫീസ് നൽകാത്തതിന് സ്കൂൾ ബസ്സിൽ കയറ്റാത്തത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. കുട്ടിയോട് സ്കൂൾ അധികൃതർ കാണിച്ച അനാസ്ഥയ്ക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് തലത്തിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. അതേസമയം സ്കൂളിലെ താൽക്കാലിക കായിക അധ്യാപകനായിരുന്നു ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നതെന്നും കുട്ടിക്കുണ്ടായ പരിക്ക് യഥാക്രമം അറിഞ്ഞില്ല എന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഇനി നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് ഈ സമൂഹവുമായൊരു ബന്ധം വേണം. എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവ് വേണം. അങ്ങനെ അറിവ് നൽകാൻ വേണ്ടി കണ്ണൂർ ധർമ്മടത്ത് JC സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ലീഡർ തെരഞ്ഞെടുപ്പിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെ സാധാരണ രീതിയിൽ ഒരു ലീഡർ തെരഞ്ഞെടുപ്പ് അല്ല നടന്നത്. അത് കുട്ടികൾക്ക് വളരെ വേറിട്ടൊരു അനുഭവമായിരുന്നു. ഇലക്ഷൻ അർജന്റ് വാഹനം നിരനിരയായി മുറ്റത്ത് നിൽക്കുന്നു. ക്രമസമാധാന പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് എത്തുന്നു. പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി പാലിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളൊക്കെ പാലിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, വോട്ടെടുപ്പ് എന്നിങ്ങനെ പൊതു തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളെല്ലാം പൂർത്തീകരിച്ച തെരഞ്ഞെടുപ്പ്. അത്യന്തം ആവേശകരമായ പ്രചാരണം ഉൾപ്പെടെ നടത്തിയ തെരഞ്ഞെടുപ്പ്. എന്നാൽ ഇവിടെ മത്സരം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലല്ല, വിദ്യാർത്ഥികൾ തമ്മിൽ. ധർമ്മടം JC സ്പെഷ്യൽ സ്കൂളിലായിരുന്നു ഇത്തരമൊരു വേറിട്ട തിരഞ്ഞെടുപ്പ് നടന്നത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചുള്ള പാഠങ്ങൾ പ്രായോഗികമായി നൽകാനാണ് സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് വേറിട്ട രീതിയിൽ നടത്തിയതെന്ന് PTA പ്രസിഡന്റ് ഡോക്ടർ KS സുരേഷ് കുമാർ. കുട്ടികൾക്ക് അവരുടെ ജനാധിപത്യ ബോധം വളർത്താനും അവർക്കൊരു സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കാനുമുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ് ഇന്ന് സ്കൂളിലെ ഇലക്ഷൻ നടക്കുന്നത്. സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് നുസ്രത്ത് ജഹാൻ മാങ്ങ ചിഹ്നത്തിലും, AT സജീർ പൂമ്പാറ്റ ചിഹ്നത്തിലും, ചിജേഷ് റോസാപ്പൂ ചിഹ്നത്തിലുമാണ് മത്സരിച്ചത്. കുട്ടികളിൽ സ്വയം വോട്ട് ചെയ്യാനുള്ള ആത്മവിശ്വാസം വളർത്താനായാണ് ഇത്തരമൊരു വോട്ടെടുപ്പ് നടത്തിയതെന്ന് JC സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ MC മോഹൻ പറഞ്ഞു. ഓരോ ഭാരതീയന്റെയും മൗലിക അവകാശമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനുള്ളത്. നമ്മുടെ സ്കൂളിലെ ഈ വിദ്യാലയത്തിലെ ഡിഫറൻ്റ് ലേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഈ സ്കൂളിൽ ഏതാണ്ട് 140 ആൾ. അവർക്കും ഈ ഒരു അവകാശം ഉണ്ടെന്ന് അവർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവബോധത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. 3 സ്ഥാനാർത്ഥികളുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ലെന്നും അവർക്കും തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ സ്ഥാനമുണ്ടെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇലക്ഷൻ എന്ന JC സ്പെഷ്യൽ സ്കൂൾ ഭാരവാഹിയായ TK രജീഷും പ്രിൻസിപ്പൽ ശോഭനയും പറഞ്ഞു. പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് തന്നെ അനുഭവാധിഷ്ഠിതമായിരിക്കണം, പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ ഓരോന്നും അനുഭവിച്ചറിയിക്കുമ്പോൾ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ എന്താണ്, ഒരു സ്ഥാനാർത്ഥി എന്താണ്, ഒരു വോട്ടറിന്റെ അവകാശം എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ ഇവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് പ്ലാൻ ചെയ്യുന്നത്. പ്രിൻസിപ്പൽ, വകുപ്പ് മേധാവികൾ, PTA കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകി. സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരും സമ്മതിദാനാവകാശം ഉപയോഗിച്ചു. ന്യൂസ് 18 കണ്ണൂർ. ലൈഫ് ഭവന പദ്ധതികൾ അവതാളത്തിൽ. ഹഡ്കോ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളിലൂടെ വായ്പകൾ ലഭ്യമാവുന്നില്ല എന്നാണ് പരാതി. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം ബാക്കിയാക്കി ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് സാധാരണക്കാർ. സർക്കാർ ഏറെ കെട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ ലൈഫ് പദ്ധതികൾ പലതും ഇന്ന് പാതി വഴിയിൽ മുടങ്ങിയ അവസ്ഥയാണ്. 100 കണക്കിന് വീടുകളാണ് പണി പൂർത്തിയാകാതെ കിടക്കുന്നത്. തെരഞ്ഞെടുക്കുന്ന ഒരു ഗുണഭോക്താവിന് 4 ലക്ഷം രൂപയാണ് പദ്ധതിയിലൂടെ നൽകുന്നത്. ഇതിൽ പ്രാദേശിക ഭരണകൂടം നൽകേണ്ട 2,20,000 രൂപ 3 വർഷമായി ലഭിക്കുന്നില്ലെന്നാണ് വ്യാപകമായ പരാതി. ഹെഡ്കോ വായ്പ അനുവദിക്കാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമായി പ്രാദേശിക ഭരണകൂടം ചൂണ്ടിക്കാട്ടുന്നത്. ലൈഫ് ഭവന പദ്ധതിക്കാർക്ക്, ഗുണഭോക്താക്കൾക്ക് അവരുടെ കൊടുക്കാനുള്ള ബാക്കി തുക അനുവദിക്കേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്വം കൂടി തന്നെയാണ്. നമുക്കറിയാം, പല വീടുകളും വളരെ ശോചനീയമായ അവസ്ഥയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് 2 വർഷത്തോളമായി ഓരോ കിടപ്പ് രോഗികളുണ്ട്, സുഖമില്ലാതെ കിടക്കുന്ന രോഗികളുണ്ട്. കാരണം സാധാരണക്കാർക്കാണ് ഈ വീട് ഭവന പദ്ധതി എന്നുള്ളത്. അപ്പൊ അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ യാതൊരുവിധ ശ്രദ്ധയും ചെലുത്താതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ലൈഫ് ഭവന പദ്ധതി പട്ടികയിൽ ഇടം പിടിക്കാറുള്ള ഗുണഭോക്താക്കൾ. സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇന്നത്തെ നിർമ്മാണ ചെലവിൽ സർക്കാർ അനുവദിക്കുന്ന 4 ലക്ഷം രൂപ പലപ്പോഴും തികയാറില്ല. എന്നിട്ടും കൈവായ്പകൾ വാങ്ങിയും സഹായങ്ങൾ തേടിയും പലരും വീടിന്റെ നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയാണ് പതിവ്. ഇതിനിടയിൽ പ്രാദേശിക ഭരണകൂടം നൽകുന്ന തുക ലഭിക്കാത്തത് പലർക്കും ഇരുട്ടടിയായി മാറി. 4 ലക്ഷം രൂപയാണ് സർക്കാർ വീടിനുള്ളത്. 2,20,000 രൂപ കിട്ടിയിട്ടുണ്ട്. ബാക്കി പൈസ കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അതിന് എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് കയറി കിടക്കുമായിരുന്നു. ഇത് നാട്ടുകാരും ബന്ധുക്കളും എല്ലാം കൂടെ സഹായിച്ചാണ് ഇങ്ങനെ ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടത്. വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ മാത്രം 1200 ഗുണഭോക്താക്കളാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കരാറായ 200 വീടുകളിൽ 195 വീടുകളുടെ നിർമ്മാണം ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. മുൻകാലങ്ങളിൽ ഗ്രാമസഭകൾ കൂടി വാർഡിലെ അർഹരായ ഗുണഭോക്താക്കളെ ലൈഫ് പദ്ധതിയിൽ കൊണ്ടുവരികയായിരുന്നു രീതി. എന്നാൽ പുതിയ പരിഷ്കാരത്തിന്റെ ഭാഗമായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് അപേക്ഷ നൽകുന്നത്. ഇതിലൂടെ അർഹരായവർ പലപ്പോഴും പട്ടികയിൽ താഴോട്ടു പോകുന്നെന്ന പരാതിയുമുണ്ട്. കയറി കിടക്കാൻ വേറെ നിവർത്തിയില്ല. ഇത്ര സ്ഥലമേ ഉള്ളൂ. വേറെ വരുമാനമില്ല. തൊഴിലുറപ്പിന്റെ പണി ഉണ്ടെങ്കിൽ പോകും, ഇല്ലെങ്കില്ല. ഇപ്പം മഴ പെയ്താലും കിടക്കാൻ പാടില്ല. അമ്മ ഇവിടെ നിന്ന് എടുത്താണ് അവിടെ കൊണ്ട് കിട്ടിക്കുന്നത്. 6 മാസത്തിന് മുമ്പ് തരാൻ എത്രയും വേഗം ചെയ്യണമെന്ന് പറഞ്ഞു. പറഞ്ഞ് കുറച്ച് രൂപ കടം വാങ്ങിച്ച് പറക്കിയൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടു. അപ്പോഴേ ആരും വരണമില്ല, പൈസയില്ല. അയൽക്കൂട്ട സംരംഭങ്ങൾക്ക് 250 സ്ക്വയർ ഫീറ്റിലെ ഒരു വർക്ക് ഷെഡ് നിർമ്മിക്കാൻ 5 ലക്ഷം രൂപ അനുവദിക്കുമ്പോൾ ലൈഫ് പദ്ധതിയിലൂടെ ഇപ്പോഴും ലഭിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. വായ്പ നൽകുന്നതിന് ഹെഡ്കോ പോലുള്ള സർക്കാർ ഏജൻസികൾ കൈമലർത്തുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ബദൽ സംവിധാനം കണ്ടെത്തി നിർധനരായ ജനങ്ങളുടെ കിടപ്പാടം പൂർത്തിയാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് വ്യാപക ആവശ്യം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പത്തനംതിട്ട മല്ലപ്പള്ളി പുല്ലുകുത്തി റോഡിലെ കലുങ്കിൽ വലിയ കുഴി രൂപപ്പെട്ടതോടെ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. പുതിയ കലുങ്ക് നിർമ്മിച്ച ശേഷം മാത്രമേ ഗതാഗതം ഇവിടെ പുനഃസ്ഥാപിക്കാൻ കഴിയൂ. ഗതാഗതം നിരോധിച്ചതോടെ പ്രദേശവാസികൾ കടുത്ത ദുരിതത്തിലുമായി. പിതൃസ്വത്തായി കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ വസ്തു ഭൂരഹിതർക്ക് പകുത്തു നൽകിയിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ ജോയ് പൈനാപ്പിളിൽ. തന്റെ പേരിൽ കിട്ടിയ 15 സെന്റ് പുരയിടമാണ് ഭൂരഹിതരായ 3 കുടുംബങ്ങൾക്ക്. ക്ഷമിക്കണം, വാർത്ത മാറിപ്പോയതിൽ ഖേദിക്കുന്നു. വാർത്തയിലേക്ക് നമുക്ക് പിന്നീട് എത്താം. ഇടുക്കി ഇരട്ടയാർ ഡാം സൈറ്റ് ഇരട്ടയാർ നോർത്ത് റോഡിലും ഇതേ സമാനമായ അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കടുത്ത യാത്രാക്ലേശത്തിലാണ് പ്രദേശവാസികൾ. റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഴികൾ രൂപപ്പെട്ടതോടെ ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും ഇതിലൂടെ പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. തിരികെ വാർത്തകളിലേക്ക്. പിതൃസ്വത്തായി കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ വസ്തു ഭൂരഹിതർക്ക് പകുത്ത് നൽകിയിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ ജോയി പൈനാപ്പിള്ളിൽ. തന്റെ പേരിൽ കിട്ടിയ 15 സെന്റ് പുരയിടമാണ് ഭൂരഹിതരായ 3 കുടുംബങ്ങൾക്ക് ജോയ് വീതിച്ചു നൽകിയത്. പിതൃസ്വത്തായി കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ വസ്തു ഭൂരഹിതർക്ക് പകുത്തു നൽകിയിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ ജോയ് പൈനാപ്പിളിൽ. തന്റെ പേരിൽ കിട്ടിയ 15 സെന്റ് പുരയിടമാണ് ഭൂരഹിതരായ 3 കുടുംബങ്ങൾക്ക് ജോയ് വീതിച്ചു നൽകിയത്. പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിലെ ഒരു കർഷകനാണ് ജോയ് പൈനാപ്പിളിൽ. ജോയിയുടെ മാതാപിതാക്കളായ മാത്യുവിന്റെയും അന്നക്കുട്ടിയുടെയും ആഗ്രഹമായിരുന്നു പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ട വസ്തു ദാനമായി നൽകണമെന്നുള്ളത്. ആ ആഗ്രഹമാണ് ജോയിയും കുടുംബവും സഫലീകരിച്ചത്. ജോയിയുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്ററോളം അകലെയുള്ള കുളങ്ങാട്ടുകുഴിയിലുള്ള 15 സെന്റ് സ്ഥലമാണ് ഭൂരഹിതരായ 3 കുടുംബങ്ങൾക്കായി വിട്ടു നൽകിയത്. സ്ഥലമില്ലാത്തതുകൊണ്ട് വീട് ലഭിക്കാതിരുന്ന 3 കുടുംബങ്ങൾക്കാണ് സ്ഥലം പകുത്തു നൽകിയതെന്നും അതിന് കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമെന്നും വീട്ടുടമ ജോയ് പറഞ്ഞു. ഈ കാണുന്ന 5 സെന്റ് സ്ഥലമാണ് 3 പേർക്ക് വീട് വെക്കാൻ വേണ്ടി അർഹതപ്പെട്ട 3 പേർക്ക് കൊടുത്തു. അവർക്ക് വീടില്ല, സ്ഥലം മാത്രം ഇല്ലാത്ത പേരിൽ അവർക്ക് വീട് വെക്കാൻ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടിയത്, ലൈഫ് ഇൻഷുറൻസും കിട്ടിയതാണ്. പലരും വീട് വെച്ച് കൊടുക്കാമെന്ന് വെച്ചു, പക്ഷേ സ്ഥലമില്ലാത്ത കാരണം അവരിങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അവർക്ക് വലിയ താല്പര്യമായിപ്പോയി. വന്ന് സന്തോഷത്തോടെ സ്വീകരിച്ച് നമുക്ക് നല്ല സന്തോഷം. വീടില്ലാത്തൊരു 3 വീട്ടുകാർ വീട് വെച്ച് താമസിച്ചോളൂല്ലോ. ജോയ്ക്ക് പിന്തുണയുമായി ഭാര്യ ലിസിയും മക്കളായ അമൽ, അനിത, അരുൺ എന്നിവരും ഒപ്പമുണ്ട്. ന്യൂസ് 18 കോതമംഗലം. ഇനി ഒരു യാത്രയുടെ കാഴ്ച. ഈ പോകുന്ന സ്ഥലം, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സ്ഥലം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ കുറച്ചുകൂടി നന്നായി അറിഞ്ഞ് അങ്ങനെ പോകുമ്പോഴാണ് ആ യാത്ര കൂടുതൽ മനോഹരമാവുക. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ പൊതുവെ യാത്ര പോകുമ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട സ്പോട്ടൊക്കെ മറക്കാതെ സന്ദർശിക്കാറുണ്ട്. കൊച്ചിയിൽ അങ്ങനെ ഒരു സിഗ്നേച്ചർ സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരുപോലെ പറയും മറൈൻ ഡ്രൈവ് എന്ന്. കായലും കടലും എല്ലാം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ്.
അസ്തമയ സൂര്യനെയൊക്കെ കണ്ട് ബോട്ടിംഗ് നടത്താം, കടൽക്കാറ്റേറ്റ് വർത്തമാനം പറഞ്ഞിരിക്കാം. അങ്ങനെ കൊച്ചിയിൽ ഇതിലും നല്ലൊരിടം വേറെ എവിടെയുണ്ട്? കൊച്ചിയിലേക്ക് എത്തുമ്പോൾ കാഴ്ചകൾ പലതാണ്. കാരണം ഇവിടെ കണ്ട് തീർക്കാനാവാത്ത വിധം കാഴ്ചകളുടെ ഒരു സമൃദ്ധിയാണ് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ. ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാം, മറ്റ് പലയിടങ്ങളും തന്നെയും വൈവിധ്യമാർന്ന കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്ന ഒരിടം കൂടിയാണ് കൊച്ചി എന്ന് പറയുന്നത്. പക്ഷേ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിട്ടുകളയാൻ പറ്റാത്തൊരിടം എന്ന് പറയുന്നത് മറൈൻ ഡ്രൈവ് തന്നെയാണ്. അത് കൊച്ചിയുടെ ഒരു ലാൻഡ്മാർക്കാണ്, കൊച്ചിയുടെ ഒരു മുഖമുദ്രയാണ്. ഇവിടെ വരിക, മറൈൻ ഡ്രൈവ് വരിക, അതോടൊപ്പം തന്നെ ഈ മറൈൻ വാക്വേയിലൂടെ കടന്നു പോകുക, വളരെ വിശാലമായിട്ട് കായലിന് അഭിമുഖമായിട്ടുള്ള ഈ നടപ്പാതയിലൂടെ കടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത്, ഇവിടെയുള്ള ബോട്ടിംഗ് ആസ്വദിക്കുക എന്നുള്ളത് കാര്യങ്ങൾ. ഇവിടെ എന്നാൽ അഴിമുഖം കാണാം, കപ്പൽ സഞ്ചരിക്കുന്നത്, കപ്പൽ ഗതാഗതം, ഇതെല്ലാം കാണാം. അങ്ങനെ കാഴ്ചകളുടെ ഒരു വലിയ കലവറ മറൈൻ ഡ്രൈവിൽ ഒരുക്കിയിരിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നാൽ എത്ര സമയം വേണമെങ്കിലും കടന്നു പോകാം. ഈ കാറ്റേറ്റ് വളരെ ഈ തണലിലിരുന്നു കൊണ്ട് അങ്ങനെ ആ രീതിയിലേക്ക് വളരെ സുഖമുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരിടം കൂടിയാണ് എറണാകുളം മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ അല്ലെങ്കിൽ നാട്ടുകാർ തന്നെ ഒരുപാട് പേര് ഇവിടെ എത്തുന്നത്, എങ്ങനെയാണ് അവർ ഈ മറൈൻ ഡ്രൈവ് എന്ന ഒരു വികാരത്തെ നെഞ്ചോട് ചേർക്കുന്നത് എന്നത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. എത്രമാത്രം അവർക്ക് പ്രിയപ്പെട്ടതാണ് ഈ ഇടമെന്ന്. വാക്വേയിലൂടെ എത്ര നടന്നാലും എത്ര കണ്ട് ഇവിടെ കടൽ നോക്കിയിരിക്കാം, അസ്തമയം ഇതെല്ലാം കണ്ടിരുന്നാലും ആർക്കും അങ്ങനെ മതി വരാറില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കപ്പോൾ ഇവിടെ സ്ഥിരം കാണുന്ന ആളുകൾ അങ്ങനെ പലരും ഉണ്ട്, കൂട്ടുകാരെല്ലാമായിട്ട്. ചേച്ചി ഇവിടെ കട നടത്തുന്നു. ഇത് കടലിലേക്ക് നോക്കിയിരിക്കാതെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം, വലിയൊരു ഭാഗ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരത്തിനോട് പറഞ്ഞ്, എനിക്ക് കടലമ്മ ഇത്രയും കവിഞ്ഞ് വെള്ളം അതിൻ്റെ ഒരു മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദുഃഖങ്ങളൊന്നും വരാറില്ല. എത്ര ദുഃഖം ഉണ്ടെങ്കിലും ഞാൻ അത് ഓർക്കാറില്ല. അത്രയും നല്ല ഇതാണ്, ഭംഗിയാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ നല്ല കാറ്റാണ്. പിന്നെ മഴ ഇപ്പം ഇല്ലാത്തതിൻ്റെ പേരിൽ കുഴപ്പമില്ല. മഴയുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നല്ല സുഖമാണ്. വൈകുന്നേരം വരെ വന്നിരിക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ വരുന്നവരൊക്കെയാണല്ലോ. എല്ലാവരും ബോട്ടിങ്ങിന് പോകുന്നു, എല്ലാം ഇവിടെ കാണുന്ന മുഖങ്ങളെല്ലാം വളരെ സന്തോഷം. ഇവരെൻ്റെ നല്ലൊരു സുഹൃത്തുക്കളാണ്. ഇവർക്ക് ഞങ്ങൾ 2 ദിവസമേ ആയിട്ടുള്ളൂ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. ചേച്ചിയോട് പരിചയപ്പെട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ കൂടുന്ന ഓരോ സമയങ്ങളും ഞങ്ങൾ കൂടുതൽ സമയം ഇവിടെയാണ് ചിലവഴിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം വന്നിട്ട് തന്നെ ഒരുപാട് വൈകിയാണ് ഇവിടുന്ന് പോയത്. കാരണം നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തോ മനസ്സിനൊരു സന്തോഷമാണ്. ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും, പല രീതിയിൽ പല പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തുകൊണ്ടോ ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ. ഇടയ്ക്ക് വരാറുണ്ട്, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്നിരിക്കാറുണ്ട്. കുട്ടികളായിട്ട് ഞങ്ങൾ വരും. ഇവിടെ വന്നിരിക്കാൻ നല്ല രസമല്ലേ, പ്രത്യേകിച്ച് വൈകുന്നേര സമയത്തൊക്കെ അടിപൊളി സമയം പോകും. മഴ കുറച്ച് ദിവസം മഴയില്ലായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇപ്പം അതുകൊണ്ടൊന്ന് പിള്ളേരെ കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. ശരിക്കും അവർക്കും ഒന്ന് പുറത്തിറങ്ങണ്ടേ. അപ്പം ബെസ്റ്റ് സ്ഥലമാണ് ഇവിടെ ഒക്കെ വന്നിരിക്കാൻ. ഇന്ന് ശരിക്കും തിരക്കൊന്നുമില്ല, എന്താ അറിയില്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇരിക്കാൻ സീറ്റ് കിട്ടാറില്ല ഇവിടെ ഒന്നും. ഇങ്ങനെ നടന്ന് എവിടെയെങ്കിലും കിട്ടാറ്. പക്ഷെ ഇന്ന് എന്തോ അധികം ആളൊന്നുമില്ല, നല്ല അന്തരീക്ഷം. അതെ നല്ല അന്തരീക്ഷവും അധികം ആളും ഇല്ല, നല്ല അടിപൊളിയാണ്. നമുക്ക് നല്ല ഇഷ്ടമായി. നമ്മളിപ്പോൾ പൊതുവെ കാലിക്കറ്റ് ആയതുകൊണ്ട് ബീച്ചിനെക്കാളും പ്രത്യേകത ഉണ്ട് ഇവിടെ. നല്ല ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ വന്നിരിക്കാൻ പറ്റിയൊരു സ്പോട്ട് പോലെ തോന്നുന്നുണ്ട്. ഇല്ല, ബോട്ടിങ്ങിന് പോയിട്ടില്ല. പോകാൻ ടൈമിന്റെ ഒരു പ്രശ്നം കൊണ്ട് വേറൊരു ആവശ്യത്തിന് വന്നായിരുന്നു. ഫാമിലി ആയിട്ട് കൂടാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? എങ്ങനെ ഇവിടെ ഈ അറ്റ്മോസ്ഫിയറും പിന്നെ തൊട്ടടുത്തടുത്ത ഷോപ്പുകളും പിന്നെ ഇങ്ങനെ ഓരോരോ ഫോട്ടോ എടുക്കുന്നത്, അങ്ങനെ പുതിയ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയോ അടിപൊളിയാ.
മറൈൻ ഡ്രൈവിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ വാക്കിലും വരിയിലും നിറയുന്നത് അതത്രയും അവരുടെ മുഖത്ത് കാണുന്നുണ്ട്. കാരണം ഇവിടെ വന്നിരിക്കുക, ഇതിലേക്ക് എവിടേക്ക് കടലിലേക്ക് നോക്കിയിരിക്കുക, മാത്രമല്ല ഈ ബോട്ടിംഗ് ഈ നമുക്ക് കാണാം നിരന്ന് അവിടെ ഏറ്റവും വരെയും ബോട്ടിംഗ് വളരെ വിപുലമാക്കിയിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ സീസൺ ആണെങ്കിലും അല്ലെങ്കിലും എല്ലാം കൂടി മറൈൻ ഡ്രൈവിലേക്ക് എത്തുന്നവർ, കൊച്ചിയിലേക്ക് എത്തുന്നവർ ഈ കായൽ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നു. തൊട്ടപ്പുറത്ത് വലിയ രീതിയിലേക്ക് സർവീസ് നടത്താനുള്ള കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം വളരെ സന്തോഷത്തോടെ നോക്കിയിരുന്ന് കണ്ടുപോകുന്ന, അങ്ങനെ കൊച്ചിയിലേക്ക് വരുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ഈ മറൈൻ ഡ്രൈവും വാക്ക് വേയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൊച്ചിയിലേക്ക് എത്തുന്നവർ എന്തുകൊണ്ടാണ് മറൈൻ ഡ്രൈവിനെ ഇത്രമേൽ അടുത്ത് വയ്ക്കുന്നതെന്ന് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ അറിയാം. കാരണം ഇവിടെ വന്നു പോകുന്നവർക്ക് ഒരിക്കലും മുഷിപ്പില്ലാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്നൊരിടം തന്നെയാണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്നവർ, അത് മറ്റ് പലയിടങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് തന്നെയും വളരെ സുഖമുള്ള ഒരു അന്തരീക്ഷവും സുഖമുള്ള കാഴ്ചകൾ തന്നെയാണ് എറണാകുളം മറൈൻ ഡ്രൈവ് ചേർത്ത് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് അത് ഒരു വൈകുന്നേരത്തേക്ക് ആവുമ്പോഴേക്കും വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഇവിടേക്ക് ഓരോരുത്തരായിട്ട് എത്തുന്നത്. അത് എവിടെ നിന്നായി വരുന്നവരാണെങ്കിലും ഈ മറൈൻ ഡ്രൈവിലേക്ക് എത്തുമ്പോൾ പുതിയ ഒരു അന്തരീക്ഷത്തിലേക്കെല്ലാം തന്നെ അവർ കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് എറണാകുളത്തേക്ക് വരുന്നവർക്ക് മറൈൻ ഡ്രൈവ് വളരെ സുന്ദരമുള്ള ഒരിടമായിട്ട് വരുന്നതും തിരിച്ചു പോകുന്നതും വളരെ സ്നേഹമുള്ള കാഴ്ചകളുമായിട്ട് അവർ മടങ്ങിപ്പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇനി കൊച്ചിയിൽ പോകുന്നവരപ്പോൾ നിർബന്ധമായും, ഇനി മറൈൻ ഡ്രൈവിൽ പോകാത്തവരുണ്ടാവില്ല, എന്നാലും വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ചൊരു വൈബാണ് അവിടെ ഉള്ളത്. അതാണ് ഡാനി പോൾ ഇപ്പോൾ നമുക്ക് കാണിച്ചത്. അത് മിസ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാം. രാവിലെ സമയത്ത് വേറൊരു ഫീലാണുള്ളത് എന്ന് എല്ലാവരും പറയാറുണ്ട്, നടക്കാൻ പോകുന്നവരുടെയൊക്കെ ഒരു തിരക്ക്. അപ്പം എന്തായാലും മറൈൻ ഡ്രൈവ് മിസ് ചെയ്യേണ്ട. ഇനി നമ്മൾ പോകുന്ന സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. ഇന്ന് ആരൊക്കെയാണ് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നത് എന്ന് നോക്കാം. തിരുവനന്തപുരം കവടിയാറിലുള്ള ആരവിൻ്റെ 7ാം പിറന്നാളാണ് ഇന്ന്. ആശംസകളോടെ അച്ഛൻ സുരേഷും അമ്മ ശ്രുതിയും ചേച്ചി അൻവിതയും ഒപ്പം ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ആരവ്. ഇനി നമ്മൾ പോകുന്നത് പോലീസ് പെട്രോളിലേക്കാണ്. കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ടോം കുര്യാക്കോസ്.